കൊരട്ടി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ജൂൺ 11 രാവിലെ മുതൽ രാത്രി 11:30 വരെ ഊട്ടുഭക്ഷണം കഴിക്കാനായി ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തിയത്. പാചക വിദഗ്ധൻ തൃപ്പൂണിത്തുറ ആനന്ദാണ് ഊട്ടുസദ്യ ഒരുക്കിയത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺസന്യൂർ റോക്കി റോബിൻ കളത്തിൽ നേർച്ച ഭക്ഷണം ആശീർവദിച്ചു. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഇറ്റലിയിലെ പാതുവായിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് ദേവാലയത്തിന്റെ മുൻവശത്ത് പരസ്യ വണക്കത്തിനായി ഒരുക്കിയിരുന്നു. രാവിലെ 10:30 നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ജോസഫ് ബിജു തട്ടാരശ്ശേരി, സഹവികാരി ഫാദർ ജോസ് നിജിൻ കാട്ടിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് നടന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിലും ഒട്ടേറെ പേർ പങ്കെടുത്തു. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഇറ്റലിയിലെ പാതുവായിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് ദേവാലയത്തിന്റെ മുൻവശത്ത് പരസ്യ വണക്കത്തിനായി ഒരുക്കിയിരുന്നു. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ഈ ദേവാലയത്തിൽ സന്തോഷത്തിൻ്റെ സുദിനമാണിന്ന്. 1.5 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് ഊട്ടുതിരുനാൾ നമ്മൾ ഒരുക്കി കഴിയുമ്പോൾ ജനസാഗരങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് സന്തോഷത്തോടെ നമ്മൾ ഏറ്റുപറയുന്നത് വിശുദ്ധൻ്റെ പ്രത്യേക ആതിഥ്യത്തെക്കുറിച്ച് തന്നെയാണ്. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി സന്തോഷത്തിൻ്റെ ദിനമായി ഇന്ന് നമ്മളുടെ സന്തോഷങ്ങൾ ഇരട്ടിയാകുവാൻ വേണ്ടി പാതുവായിൽ നിന്ന് വിശുദ്ധൻ്റെ പൂജ്യമായ തിരുശേഷിപ്പ് ഇന്നലെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടന്നു വരികയും നമ്മളത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതോടൊപ്പം ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ ജീവകാരുണ്യത്തിന് പ്രാധാന്യം നൽകി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇന്നലെ 10 ഭവനങ്ങളുടെ വെഞ്ചിരിപ്പ് കർമ്മമാണ് നാം പൂർത്തിയാക്കിയത്. ബാക്കിയുള്ള 40 ഭവനങ്ങൾക്ക് വേണ്ടിയുള്ള ശിലകളുടെ ആശീർവാദം വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലിത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പോലിത്ത ഇന്ന് ആശീർവദിക്കുകയും ചെയ്തു. തുടർന്നും ജീവകാരുണ്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ ഊട്ടുതിരുനാളിലൂടെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും വിശുദ്ധൻ്റെ മാധ്യസ്ഥവും എന്ന് നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും വിശുദ്ധൻ്റെ പ്രാർത്ഥനാശംസകൾ നേരുന്നു. ഒന്നര ലക്ഷം പേർക്കൊരുക്കിയ നേർച്ച സദ്യ വിതരണം രാത്രി 11:30 മണി വരെ നീണ്ടു. കുട്ടികളുടെ ചോറൂണിനും നിരവധി പേരാണ് എത്തിയത്. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ബിജു തട്ടാരശ്ശേരി, സഹവികാരി ഫാദർ ജോസ് നിജിൻ കാട്ടിപ്പറമ്പിൽ, കൈക്കാരന്മാരായ ജോളി പുളിക്കൽ, ഡൊണേറ്റേഴ്സ് പേരെ പറമ്പിൽ, ജനറൽ കൺവീനർ ലെലിൻ റോഡ്രിക്സ് എന്നിവർ നേതൃത്വം നൽകി. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി
നിർധരരായ 50 പേർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട്. ആഘോഷത്തിനായി നീക്കിവെക്കാറുള്ള ചെലവുകളിൽ മിച്ചം പിടിച്ചും തിരുനാൾ ചെലവ് കഴിച്ച് മാറ്റിവെച്ച തുകയും ഇതിനായി ഉപയോഗിക്കുമെന്നും തീർത്ഥാടന കേന്ദ്രം അറിയിച്ചു. തിരുനാളിന് മുൻപായി 10 വീടുകൾ നിർമ്മിച്ചു നൽകി. തിരുനാൾ ദിനത്തിൽ ശേഷിച്ച 40 വീടുകളുടെ ശിലാവെഞ്ചിരിപ്പും നടന്നു.